APCC പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഇവിടുത്തെ CCTV ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ചതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്തു. എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ! കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം. ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിനെ തള്ളിപ്പറയണം. അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും. അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധമില്ല എന്ന് തന്നെയാണ് CPM പറഞ്ഞത്. എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം നടത്തിയാലും പാർട്ടി ഓഫീസിന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല എന്നുള്ളൊരു സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് സ്ഥിരം കൊടുക്കുക, അതുകൂടെ വേണ്ട. ഇതെല്ലാവർക്കും അറിയാം. അല്ലാതെ വഴിയെ പോണ ആരും കോൺഗ്രസ് ഓഫീസിന് തീ വയ്ക്കില്ല. ഈ ഗ്രാമത്തിലാണ് ഇത് കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ITIയിൽ KSUവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ്. എല്ലാ ദിവസവും ആ KSUവിൻ്റെ കുട്ടികളെ 17-18 വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ്. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഏകാധിപത്യം കയ്യിൽ വെച്ചാൽ മതി. അതിന് ജനാധിപത്യവാദികൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമ്മൾ അതിനെതിരായി അതിശക്തമായി പോരാടുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. പിണറായിയിലെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ എല്ലാ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അത്രമാത്രം പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് അവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിവിടെ എത്തിയത്. അവർ ഈ പ്രശ്നങ്ങൾക്കിടയിലും ജീവൻ പണയം വെച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എൻ്റെ സഹപ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം കൊടുക്കില്ല എന്ന് പറയുന്ന ഈ അധികാരത്തിൻ്റെ അഹങ്കാരവും ഈ ധിക്കാരവും ഇത് അവസാനിപ്പിച്ചാൽ മതിയാവും. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും.